കഥകളിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്ന സ്ഥലം വടക്കാണല്ല വാഷിംഗ്ടൺ, തൃശ്ശൂർ, പാലക്കാട്. കഥകളി ഞാൻ കണ്ടിട്ടുണ്ട്. ജന്മദിവസം വെച്ചാൽ എനിക്ക് അങ്ങനെ സാർ. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ആലങ്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബിസ്മി അബായയാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ബിസ്മി അബായ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വഞ്ചിയൂർ പുതിയ തടത്തിലാണ്. അപ്പോൾ ഞങ്ങളുടെ കൈവശം ആലങ്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബിസ്മി അബായ നൽകുന്ന സമ്മാനമാണ്. നമ്മളെ ദേശീയപാതയോരത്ത് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിക്ക് സമീപമാണ് പ്രവർത്തിക്കുന്നത്. ഗൾഫ് പർദ്ദകളുടെയും ഹജ്ജ് ഉംറ വസ്ത്രങ്ങളുടെയും വലിയ ശേഖരമുണ്ട്. കൂടാതെ പെർഫ്യൂംസ്, സ്ത്രീകൾക്ക് ആവശ്യമായ ടോപ്പുകളെല്ലാം ലഭിക്കുന്നു. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: കഥകളിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്ന സ്ഥലം. കഥകളിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്ന സ്ഥലം വടക്കാണല്ലേ നമ്മളോട്. തൃശ്ശൂർ. തൃശ്ശൂരല്ല, മറ്റൊരു സ്ഥലമാണ്. കഥകളിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്ന സ്ഥലം എവിടെയാണ്? അറിയാമോ? അറിയത്തില്ല. കഥകളിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്ന സ്ഥലം എവിടെയാണ്? ഇപ്പം പറഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് എന്തായാലും കഥകളിയുടെ ജന്മമായിട്ടെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ തിരുവല്ല അടുത്താണ്. അതിൻ്റെ സ്ഥലം ഒറിജിനൽ പേര് എനിക്ക് ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ ഇപ്പോൾ ഒരു വഴിക്ക് പോയിട്ട് വരികയാണ്. അറിയാം. ഈ കഥകളിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്ന സ്ഥലം അറിയില്ല. ഈ കഥകളിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കഥകളി എന്ന് പറയുമ്പോൾ അറിയാതെ പല സ്ഥലത്തും കഥകളിയാണ്. എനിക്ക് അച്ഛൻ അറിഞ്ഞൂടാ. ഞാൻ കാറ്റ് ഉത്സവത്തിലൂടെ പറഞ്ഞുണ്ട്. അതിന് കഥകളിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് കഥകളിയുടെ ജന്മശേഷം എനിക്കത്ര അറിവ് പറയുന്നു. എനിക്ക് അങ്ങനെ അറിഞ്ഞൂടാ. കഥകളി എന്ന് പറയുമ്പോൾ എനിക്ക് അറിഞ്ഞൂടാ. കഥകളി ഞാൻ കണ്ടിട്ടുണ്ട്. ആ ജന്മശേഷം വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ സാറേ. ബിസ്മി അബായ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കഥകളിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്ന സ്ഥലം. കൊട്ടാരക്കര. ഇവർക്ക് എന്താണ് പറയാനുള്ളത്? എവിടെയാണ് കഥകളിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത്? അറിഞ്ഞൂടാ. അല്ലല്ല, കൊച്ചിയൊന്നുമല്ല. ചില പേരും പറഞ്ഞു. എന്തായാലും പാലക്കാടല്ല, കഥകളിയുടെ ജന്മദേശം കൊട്ടാരക്കരയാണ്. എന്താണ് എൻ്റെ പേര്? എൻ്റെ പേര് വാഷിംഗ്ടൺ. ഉള്ളവൻ. ഞാൻ ഇവിടെ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. എന്തായാലും വ്യത്യസ്തമായ ഒരു പേരാണ് വാഷിംഗ്ടൺ എന്ന പേരിട്ടിരിക്കുന്നത്. നമ്മൾ വളരെ ഒരു മഹാന്റെ പേരാണ് ഇട്ടിരിക്കുന്നത്. എന്തായാലും കഥകളിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്ന സ്ഥലം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ്. രാമനാട്ടം എന്ന ആ ഒരു രാമനാട്ടം എന്ന ആ ഒരു കലാരൂപത്തിൻ്റെ ദൃശ്യ ആവിഷ്കാരമാണ്. കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആദ്യകാല കഥകളിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ബിസ്മി അബായ നൽകുന്ന നല്ലൊരു പെർഫ്യൂമാണ് അന്ന് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് സമ്മാനം ഏതായിരുന്നാലും പിന്നെ അതിന് വില കൽപ്പിക്കാൻ പാടില്ല. ഈ കഥകളിയെക്കുറിച്ച് എന്താണ് അറിയാൻ പറ്റുന്നത്? കഥകളി എന്ന് വെച്ചാൽ പ്രാചീനമായ ഒരു കലാരൂപമാണ്. ഇപ്പം അത് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ക്ഷേത്ര കലാരൂപങ്ങളെ അതിനെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായ ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ വിപിൻ വേണുവിനോടൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.